ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് ഹൈക്കോടതിയിൽ ഈ പറയുന്ന പ്രത്യേക അന്വേഷണ സംഘം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ ചെറിയ ചില്ലറ കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. ആ റിപ്പോർട്ടിൽ വലിയ വലിയ കാര്യങ്ങളാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കേരളത്തിൻ്റെ മന്ത്രി കസേരയിൽ ഇരിക്കുന്നതായ വ്യക്തികൾ അടക്കമുള്ള ബോർഡിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റും സെക്രട്ടറി അടക്കമുള്ള അംഗങ്ങൾക്കടക്കം ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഉന്നതരുടെ പങ്ക് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ആരൊക്കെയാണ്, അവരുടെ പങ്ക് എന്തൊക്കെയാണെന്ന് കണ്ടെത്തണമെന്ന് ഹൈക്കോടതി ഇന്നലെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതും മാത്രവുമല്ല, 2025 ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ചെമ്പുപാളികൾ കൊണ്ടുപോകാനും സ്വർണം പൂശാനും ഒക്കെ ഏൽപ്പിച്ചത് ഇപ്പോഴത്തെ ബോർഡ് പ്രസിഡന്റാണ് എന്നുള്ള കാര്യവും ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, 2019 കൃത്യമായ മഹസറൊന്നും ഇല്ലാതെയാണ് ഈ പാളികളൊക്കെ കൊണ്ടുപോയത് എന്നും ഈ കൊണ്ടുപോയ സാധനമല്ല തിരിച്ചു കൊണ്ടുവന്നത്, പകരം ഉണ്ടാക്കിയ സാധനങ്ങളാണ് തിരിച്ചു കൊണ്ടുവന്നത് എന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെയും തീർന്നില്ല, ഗൂഢാലോചനകൾ വളരെ വ്യക്തമാണെന്നും ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കണമെന്നുമാണ് ഇന്നലെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന PS പ്രശാന്ത് അടക്കമുള്ള, വാസവൻ അടക്കമുള്ള, കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള, മുൻ ഈ മുരാരി ബാബുവും അടക്കമുള്ള പല ആളുകളും, ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന പല ആളുകളും ഈ 2025 മാത്രമല്ല 2019, അതായത് കടകംപള്ളി സുരേന്ദ്രന്റെ കാലയളവിലുള്ള ആളുകൾ പോലും ഈ കാര്യങ്ങളിൽ അവരുടെ പങ്ക് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വർണം കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള പല കളികളും ഇവർ കളിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴാണ് പുറത്തു വന്നത് എന്ന് മാത്രം. ഇപ്പോൾ ഹൈക്കോടതി ഇന്നലെ നടത്തിയ വലിയൊരു നിരീക്ഷണമുണ്ട്. എന്താണ് നിരീക്ഷണം? 2019 ഈ സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോയ സാധനം അത് മഹസറിൽ ചെമ്പുപാളികൾ എന്നാണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ ആ കൊണ്ടുപോയ സാധനമല്ല തിരിച്ചു കൊണ്ടുവന്നത് പകരം ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അത് തിരിച്ചു കൊണ്ടുവരികയാണ്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇതൊക്കെ ഇവർ മുൻകൂട്ടി കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, നിങ്ങൾ ഈ അന്വേഷണ ഇന്നലെ ഇത് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ഈ അന്വേഷണവുമായി അന്വേഷിക്കാൻ ഉത്തരവിട്ട അന്ന് തന്നെ ഹൈക്കോടതി പറഞ്ഞ കാര്യം എന്താ? ഈ റിപ്പോർട്ട് നിങ്ങൾ മന്ത്രിസഭയിലെയോ സർക്കാരിൻ്റെയോ ഒരു ഉദ്യോഗസ്ഥന് മുന്നിലും സമർപ്പിക്കേണ്ട, ഇത് നേരിട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. പക്ഷേ ഈ ഉദ്യോഗസ്ഥരിലും ഇതുമായി ബന്ധപ്പെട്ട ആളുകളിലുമൊക്കെ ചില ആളുകൾ ഇവരുമായിട്ട് മമതയുള്ളവരും ഇവരുമായിട്ട് അടുപ്പമുള്ളവരും ഉണ്ടല്ലോ. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ ഈ പറയുന്ന പള്ളുരുത്തിയിലെ സ്കൂളിലെ ഹിജാബ് വിവാദം അത് ഇവർ വല്ലാതെ അങ്ങ് ഏറ്റുപിടിച്ചത്. കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. അത് ഈ ഇന്നലെ സരിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫേസ്ബുക്ക് കുറിപ്പിൽ സരിൻ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കോൺഗ്രസ് നേതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഈ വിഷയവുമായി പ്രതികരിച്ചിട്ടില്ലല്ലോ, പകരം അവരുടെയൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിരന്തരമായി ശബരിമല വിഷയമാണല്ലോ ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശബരിമല വിഷയം ഉന്നയിക്കാതിരിക്കാൻ, അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹിജാബ് വിഷയത്തിൽ മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവർ വലിയ തത്രപ്പാട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ അധികാരമുണ്ടായിട്ടും ഒരു മന്ത്രിയായിരുന്നിട്ട് പോലും ആ കുട്ടിക്ക് ആ സ്കൂളിൽ തുടർ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ ഈ മന്ത്രിയെ കൊണ്ട് സാധിച്ചില്ല. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ശിവൻകുട്ടി അടക്കമുള്ളവർ ഇത് വലിയ ചർച്ചയാക്കി കൊണ്ടുവന്നത്? കാരണം ശബരിമല വിഷയം മുക്കണം എന്നുള്ളത് ഇവരുടെ ഒരു ആഗ്രഹമായിരുന്നു. അതിന് പറ്റിയ ഒരു അവസരമായിരുന്നു, ഈ വീണ് കിട്ടിയ അവസരമായിരുന്നു ഈ പള്ളുരുത്തിയിലെ ഹിജാബ് വിവാദം എന്ന് പറയുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഈ ശിവൻകുട്ടി അടക്കമുള്ളവർ ഇതിനുവേണ്ടി വാദിക്കുകയും ചെയ്തത്. മനസ്സിലായില്ലേ? പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിപ്പോ 2025 ഈ പറയുന്ന പള്ളുരുത്തിയിലെ സ്കൂളിൽ ഹിജാബ് വിഷയം വരുന്നത്. എന്നാൽ 2023 കോഴിക്കോട്ട് നടക്കാവിലെ പ്രൊവിഡൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇതുപോലെ ഈ ഹിജാബ് ഇട്ട് വന്നാൽ ഇവിടെ പഠിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വിവാദം ഉണ്ടായിട്ട്, ഒരു നടപടി ഉണ്ടായിട്ട്, അതിൽ പരാതി ഈ ശിവൻകുട്ടിക്കടക്കം ലഭിച്ചിട്ടും ആ പരാതി പോലും ശിവൻകുട്ടി ഇന്ന് വരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഇരട്ടത്താപ്പുകൾ വ്യക്തമാണ് എന്നുള്ള കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് അവിടെ ഇരിക്കട്ടെ. ഹിജാബ് വിഷയം നമ്മൾ അല്ലാതെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, അത് അവിടെ ഇരിക്കട്ടെ.
ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയം ഇവിടെ വലിയ ചർച്ചയാവേണ്ട വിഷയമാണ്. അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ഹൈക്കോടതി ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നതും ഹൈക്കോടതി നിലവിൽ അതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ഉയർത്തിയതുമായ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് 2019 ശബരിമലയിൽ നിന്ന് സ്വർണം പൂശാൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോയ സാധനമല്ല തിരിച്ച് അവിടെ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 2025 ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും അതിന് നിയോഗിച്ചത്, ഈ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഏൽപ്പിച്ചത് ഈ പറയുന്ന വാസവനും സംഘവുമാണ്. അതെന്തിനാ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2025 അത് മറ്റൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ 2019 ഈ കൊണ്ടുപോയ സാധനം തിരിച്ചെത്തിച്ചത് ആ കൊണ്ടുപോയ സാധനമല്ല, അതിന് പകരം മറ്റൊന്നും ഉണ്ടാക്കിയിട്ടാണ് തിരിച്ചെത്തിച്ചത് എന്നുള്ളത് വേറൊരാൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പുറത്തു വരും. അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2025 പോറ്റിയെ ഏൽപ്പിച്ചത്. പക്ഷേ അയ്യപ്പൻ വിട്ടില്ല, അയ്യപ്പൻ അത് വിട്ടുകൊടുത്തില്ല. അയ്യപ്പ സംഗമം നടത്തിയിട്ടും അയ്യപ്പനെ പ്രീതിപ്പെടുത്താൻ കഴിയാതെ വന്നപ്പോൾ അയ്യപ്പൻ ആ കോപം അതങ്ങ് ഈ പറയുന്ന തട്ടിപ്പ്, ഈ പറയുന്ന കൊള്ള, അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച് തിന്നത് അതങ്ങ് വെളിച്ചത്തേക്ക് വാരി വലിച്ചിട്ടു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ കൊള്ളയെ മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും 2025 ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏൽപ്പിച്ചത് എന്നുള്ള ഒരു വലിയ നിരീക്ഷണം ഹൈക്കോടതി നടത്തിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോ മറ്റൊരു കാര്യം കൂടി നമ്മുടെ ഓർമ്മയിലേക്ക് വരണം. കാരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ വിഷയം ഉയർന്നു വന്ന ആ സാഹചര്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന സ്വർണ്ണപ്പാളികളും ഈ പറയുന്ന ഈ ദ്വാരപാലക ശില്പങ്ങളുമൊക്കെ ഒരു ബിസിനസ് മാൻ, ഒരു വ്യവസായിക്ക് മറിച്ചു വിറ്റു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ കോടതിയും കണ്ടെത്തിയിരിക്കുന്നത്. കാരണം 2019 കൊണ്ടുപോയ സാധനമല്ല കൊണ്ടുവന്നത്, മറ്റൊരു സാധനം ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുവന്നത് എന്ന് കോടതി കണ്ടെത്തുമ്പോൾ ഈ കൊണ്ടുപോയ സാധനം എവിടെ എന്നുള്ള ചോദ്യമുണ്ടല്ലോ. അതാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ പറഞ്ഞ കാര്യം. ഈ പറഞ്ഞ വ്യവസായിക്ക് അത് വിറ്റു. ഇപ്പോഴും ആ വ്യവസായിയുടെ പൂജാമുറിയിൽ അയാൾ അത് വലിയ പവിത്രതയോടുകൂടി അതവിടെ സൂക്ഷിക്കുന്നുണ്ട്. കാരണം ആ വ്യക്തിക്ക് ഇതിന്റെ പുറകിൽ നടന്ന തട്ടിപ്പൊന്നും അന്നറിയില്ലായിരുന്നു, ഇന്ന് പറയുന്നുണ്ടാവും. കാരണം ആ വ്യക്തിക്ക് ഇത് പുറത്ത് പറയാനും കഴിയില്ല. കാരണം അദ്ദേഹം വാങ്ങിയതാണല്ലോ ഈ സാധനം. അപ്പൊ വാങ്ങിയ സ്ഥിതിക്ക് ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹവും ഇതിൽ പെടും, കേസിൽ പെടും. അപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന കാര്യമായതുകൊണ്ട് ഹൈക്കോടതി ഇതിൽ ഒരു പ്രത്യേക താല്പര്യം, ഇൻട്രസ്റ്റോട് കൂടി ഈ കാര്യങ്ങൾ സുതാര്യമായിരിക്കാൻ വേണ്ടി ഹൈക്കോടതിയുടെ ഇടപെടലുകൾ നിരന്തരം നടക്കുന്നത് കൊണ്ട് തന്നെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യവസായിയും പെടും. അതുകൊണ്ട് വ്യവസായം ഉണ്ടാതിരിക്കുകയാണ്. അയാളെ കബളിപ്പിച്ചുകൊണ്ടാണ് കോടികൾ അയാളിൽ നിന്ന് തട്ടിയെടുത്തിട്ടുള്ളത്. കബളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ശബരിമലയിലെ ദ്വാരപാളികളാണ് അവിടെ ഇത്രയും കാലം ആരാധനക്കും പൂജാകർമ്മങ്ങൾക്കും വേണ്ടി അതിന് മുന്നിൽ വെച്ച സാധനമാണ് ഒക്കെ വെക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ്. അത് കണ്ടപ്പോൾ ആള് ചാടി വീണു, പറഞ്ഞ മോഹവിലക്ക് ആ കാശും കൊടുത്ത് അയാളത് വാങ്ങി. ഈ കൊണ്ടുപോയി വിറ്റ ആളുകൾ ആ കാശ് നക്കി. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഈ പറയുന്ന അന്തംഗമ്മി അടിമകൾ ന്യായീകരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ പറയുന്ന ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലക ശില്പങ്ങൾ ഒക്കെ അടിച്ചു മാറ്റി എന്ന് തന്നെയാണ്. അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ അടിച്ചു മാറ്റി വിറ്റു തുലച്ചു, നക്കി തീർത്തു. അതാണ് ഈ പറയുന്ന ക്രിമിനൽ സംഘങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇതൊക്കെ ഈ പറയുന്ന വാസവനറിയാം, ഈ പറയുന്ന PS പ്രശാന്ത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള PS പ്രശാന്തിനറിയാം, എല്ലാവർക്കും അറിയാം. ഇതൊന്നും അറിയാത്ത കാര്യങ്ങളേ അല്ല. ഇവർക്കൊക്കെ നല്ല അറിവുണ്ട്. ഈ അറിവുകൾ തന്നെയാണ് ഈ പള്ളുരുത്തിയിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വെറും വായട്ടലക്കാൻ, നാവ് കൊണ്ട് ചിലക്കാൻ വേണ്ടി മാത്രം ഈ പറയുന്ന ശിവൻകുട്ടിയെ അടക്കം പ്രേരിപ്പിച്ചത്. ശിവൻകുട്ടി ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായിട്ട്. ശിവൻകുട്ടിയുടെ ഈ പറയുന്ന പ്രൊഫൈൽ പിക്ചറും അതുപോലെ തന്നെ എല്ലാം നിരന്തരമായിട്ട് ചേർത്ത് പിടിക്കൽ മാത്രമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻകുട്ടിക്ക് ഇത് വലിയൊരു ചർച്ചയാക്കി എടുക്കാൻ താല്പര്യമുണ്ട്. കാരണം ഈ ചർച്ചയിൽ എന്താവണം? ശബരിമല മുങ്ങിപ്പോണം. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ ഒരു ഹിജാബ് വിഷയത്തിലൂടെ തലതിരിച്ചു വിടാനാണ് ശിവൻകുട്ടിയും ടീമും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതാണ്.